ദേവീമന്ത്രങ്ങളാൽ മുഖരിതമായി നവരാത്രി ആഘോഷത്തിൻ്റെ മൂന്നാം ദിനം തിരുവനന്തപുരത്ത് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. സരസ്വതി മണ്ഡപത്തിൽ നിന്ന് എസ് ശാലിനി ചേരുന്നു. ശാലിനി, എന്താണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? വിശദാംശങ്ങൾ. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി മണ്ഡപങ്ങളിൽ, സരസ്വതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രത്യേക പൂജകൾ, വിശേഷാൽ ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓണം വാരാഘോഷമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്, ഭക്തരെത്തുന്നത് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലേക്കാണ്. നീണ്ട ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളുടെ ഭാഗമാകാനാണ് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പൂജകൾക്കൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ക്ഷേത്രത്തിൽ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും ഒപ്പം തന്നെ സ്വാതി തിരുനാൾ സംഗീത മണ്ഡപത്തിലും ഒക്കെ പ്രത്യേക അരങ്ങേറ്റങ്ങളടക്കം നടക്കുന്നുണ്ട്. പ്രത്യേക ഗാനമേളകൾ, ഭക്തജനങ്ങളുടെ പ്രത്യേക ഭജൻസ് അടക്കമുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ വിശേഷാൽ ചടങ്ങുകളും വിശേഷാൽ പൂജകളും ഒക്കെ പൂജപ്പുര ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ രാവിലെ നട തുറന്നപ്പോൾ മുതൽ നട അടയ്ക്കുന്നത് വരെയുള്ള തിരക്ക്, ഭക്തജനങ്ങൾ തൊഴാനും ദേവിയെ ദർശിക്കാനും ഒക്കെയുള്ള തിരക്കും തുടരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഈ ഒരു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സരസ്വതി മണ്ഡപത്തിലും ക്ഷേത്രത്തിലും ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്താനുള്ള മുൻകരുതലുകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ക്ഷേത്രത്തിൻ്റെ ജനകീയ സമിതി ഒരുക്കിയിട്ടുമുണ്ട്. കൂടാതെ തന്നെ കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ. അങ്ങനെ ഇന്നിപ്പോൾ ഈ രാത്രി വൈകിയ സമയത്തും ഇവിടെ വലിയ രീതിയിലൊരു ജനപ്രവാഹമുണ്ട്, ഭക്തരുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് തൊഴാനെത്തുന്ന ആളുകളുടെ തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ തന്നെ പ്രത്യേകമായിട്ടുള്ള എക്സിബിഷനുകൾ, മറ്റ് പരിപാടികൾ അടക്കമുള്ളവർ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ജനപ്രവാഹം ഇവിടെ ഒഴുകിയെത്തുന്നുണ്ട്. ഇനിയിപ്പോൾ മഹാനവമി, വിജയദശമി ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന തിരക്ക്, അതിനോടനുബന്ധിച്ചുള്ളൊരു തിരക്ക് തന്നെയാണ് ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നവരാത്രി ആഘോഷങ്ങളുടെ മൂന്നാം ദിവസമാണ്. രാത്രി വൈകിയും സരസ്വതി മണ്ഡപത്തിലും ക്ഷേത്രത്തിലും ആ ഒരു തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പൂജകളും ചടങ്ങുകളും കലാപരിപാടികളുമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുമുള്ളത്.